ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചു വെച്ച ചെമ്മീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം ചെറിയുള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഞാൻ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതും നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് നല്ല വഴണ്ടി വരുമ്പോഴേക്കും വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ചാറിന് ആവശ്യമനുസരിച്ച് 2 ഗ്ലാസ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ കഷ്ണങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അതേപോലെ തന്നെ കുടംപുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 3 കുടംപുളിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, ചെറിയ സൈസുള്ളത്. അങ്ങനെ എല്ലാം ഒന്ന് മിക്സാക്കിയ ശേഷം ഇനി മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.